എന്റെ പ്രിയപ്പെട്ട പിരിശത്തിന്റെ തൊപ്പി, നിന്നെ ഒരുപാട് സപ്പോർട്ട് ചെയ്ത് വീഡിയോ ഇട്ട വ്യക്തി എന്ന നിലക്ക് ഈ കാര്യത്തിൽ നിന്നോടൊപ്പമല്ല. ഈ ഒരു വാക്ക് നിന്നിൽ നിന്ന് ഞാൻ പ്രതീക്ഷിച്ചിട്ടില്ല തൊപ്പി. നിന്നെ ഇഷ്ടപ്പെട്ടവരെല്ലാം ഇന്നു മുതൽ ഡിസ്ലൈക്ക് നിന്നെ ചെയ്യുകയാണ്. അതിനുള്ള കാരണം നീ തന്നെയാണ് ഉണ്ടാക്കിയത്. നമുക്ക് ആ വീഡിയോ ഒന്ന് കാണാം. എന്താണ് പിരിശത്തിന്റെ തൊപ്പി? അറിയിച്ചാൽ എന്ത് കുഴപ്പം? നീ ആരെയാണ് പേടിക്കുന്നത്? 1 മില്യൺ ഫോളോവേഴ്സ് ഇറങ്ങിപ്പോവോ? അറിയിച്ചാൽ നിലപാട് അത് ഒന്നേ വേണം തൊപ്പി. ഇതൊന്നും സംസാരിക്കാൻ നല്ലത്. പബ്ലിക്കിൽ സംസാരിച്ചാൽ എന്താ കുഴപ്പം? അത്രയും ക്ലോസ് ആയിട്ടുള്ള പല ആൾക്കാരും ഫലസ്തീൻ ഇസ്രായേലിനെ സപ്പോർട്ട് അതെന്ന് വെച്ചാൽ എനിക്ക് അവരെ ഒഴിവാക്കാൻ പറ്റില്ല. മനസ്സിലായി, അവരെ ഉറപ്പിക്കാനും പറ്റില്ല. ഇത് നിനക്ക് ഇസ്രായേൽ ഫാൻസ് ഉണ്ട്, ഫലസ്തീൻ ഫാൻസ് ഉണ്ട് എന്നെല്ലാം പറയുന്നത്. ഞാൻ പറയുന്നത് ഇസ്രായേൽ ഫാൻസിനെ ഒഴിവാക്കുക. ക്രൂരമായി കൊല്ലുന്ന രാജ്യത്തിന്റെ ആൾക്കാർ നിനക്ക് സപ്പോർട്ട് ഉണ്ടെങ്കിൽ അവരുടെ അടുത്ത് പോയി പണി ഉണ്ടാകാൻ നോക്കാൻ പറയാം. ആ ഒരു ആണത്വം നീ കാണിക്ക തൊപ്പി. മനസ്സിലായാ? അത്രയും ക്ലോസ് ആയിട്ടുള്ള പല ആൾക്കാരും ഫലസ്തീൻ ഇസ്രായേലിനെ സപ്പോർട്ട് അതെന്ന് വെച്ചാൽ എനിക്ക് അവരെ ഒഴിവാക്കാൻ പറ്റില്ല. ഒഴിവാക്കുന്ന സമയത്ത് ഒഴിവാക്കണം തൊപ്പി. നല്ലതിനെ നമ്മ കൂട്ടുപിടിക്കണം. മനസ്സിലായോ? ബടക്കിനെ കൂട്ടുപിടിച്ചാൽ എന്താന്ന് പറഞ്ഞെങ്കിൽ നിന്നെ ഇഷ്ടപ്പെടുന്ന ആൾക്കാരെല്ലാം പിന്നെ നിന്നോടുള്ള ഇഷ്ടം പറയും. മനസ്സിലായോ? രാഷ്ട്രീയം ഇവിടെ സംസാരിക്കുന്നത് ഏറ്റവും നല്ലത്. ഇതിലെവിടെയാണ് രാഷ്ട്രീയം? പിഞ്ചു കുഞ്ഞുങ്ങൾക്ക്, പൈതങ്ങൾക്ക് എന്താണ് രാഷ്ട്രീയം? നിങ്ങൾക്കറിയില്ല, ഫലസ്തീനിലെ ഒരുപാട് പാവപ്പെട്ട പിഞ്ചോമന പൈതങ്ങളെയാണ് അതിക്രൂരമായി അവിടെ കൊല്ലുന്നത്. ഇന്ന് ജനിച്ച കുട്ടി നാളെ ഇല്ല. മുലപ്പാല് പോലും തികയാത്ത കുട്ടിക്ക് എവിടെയാണ് രാഷ്ട്രീയം തൊപ്പി? ഇനിയെങ്കിലും നീ മനസ്സിലാക്കുമെന്ന് കരുതുന്നു. നിന്നെ ഇഷ്ടപ്പെടുന്ന ഒരുപാട് പേർക്ക് നീ ഇത് തീർത്തണം തൊപ്പി. മനസ്സിലായി? കാര്യം ഫ്രീ ഫലസ്തീൻ ഇട്ടിട്ട് കാര്യമില്ല. നമ്മുടെ മനസ്സിൽ നല്ല ചങ്കുറപ്പ് വേണം, ആണത്വം വേണം പറയാനുള്ള. ഇല്ലെങ്കിൽ ഫ്രീ ഫലസ്തീൻ ആവൂല. മനസ്സിലാക്കുമെന്ന് കരുതുന്നു. നിന്നോട് സ്നേഹം മാത്രം.